കോഴിക്കോട് അത്തോളി ടൗണിനടുത്ത ആളൊഴിഞ്ഞ പറമ്പിൽ അജ്ഞാത മൃതദേഹം. ഏതാനും ദിവസങ്ങൾ പഴക്കമുള്ള മൃതദേഹം പുരുഷന്റേതാണ്. ദുർഗന്ധം അനുഭവപ്പെട്ടതിനെ തുടർന്ന് നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കാണുന്നത്. പോലീസ് എത്തി പരിശോധന നടത്തുന്നു. വാർത്തയുടെ വിവരങ്ങളുമായി കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ, പ്രാഥമിക ഘട്ടമെന്ന നിലയിൽ പോലീസിന്റെ സംശയങ്ങൾ എന്തൊക്കെയാണ്? പോലീസ് എന്താണ് പറയുന്നത്? മനീഷ്, ഇത് ഇന്ന് വൈകിട്ടോടെയാണ് ഇത്തരത്തിൽ ഒരു പുരുഷന്റെ മൃതദേഹം ഈ ടൗണിനടുത്ത് തന്നെ ഇങ്ങനെ കണ്ടെത്തിയത്. തുടർന്ന് നാട്ടുകാർ ഈ ദുർഗന്ധം വമിച്ചിട്ട് പരിശോധിച്ച് ചെന്നപ്പോഴാണ് ഇത് കണ്ടെത്തിയത്. എന്തായാലും നാട്ടുകാർ പോലീസിനെ അറിയിച്ചു. പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ ഏത് തരത്തിലുള്ള മരണമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ആത്മഹത്യ ചെയ്താണോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടതാണോ എന്ന് വ്യക്തമാവുന്ന തരത്തിലല്ല. മൃതദേഹം ദിവസങ്ങളായതുകൊണ്ട് തന്നെ ദുർഗന്ധം അനുഭവപ്പെടുന്ന രീതിയിൽ അഴുകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പരിശോധന നടത്തേണ്ടതുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള ഈ കാണാതായ ആളുകൾ ഉൾപ്പെടെ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട് പോലീസ്. എന്തായാലും പോലീസ് അത്തരത്തിൽ തന്നെ വിശദമായ പരിശോധന നടത്തുന്നുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ശരി, വാർത്തയുടെ വിവരങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ.